നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. 2025 മഹാകുംഭമേളയിൽ രുദ്രാക്ഷമാലകൾ വിൽക്കുന്ന വീഡിയോയിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഇൻഡോർ സ്വദേശിനിയാണ് മൊണാലിസ ഭോസ്ലെ. ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ മനോഹരിയായ മൊണാലിസയുടെ ചിത്രങ്ങൾ നിമിഷനേരം കൊണ്ടാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറിയത്. അവളുടെ പൂച്ച കണ്ണുകളും ചിരിയും ആരാധകരെ പെട്ടെന്ന് ആകർഷിച്ചു. ആ ഒരൊറ്റ സംഭവത്തോടെ മൊണാലിസ വൈറൽ താരമായി മാറി. നിരവധി സിനിമകളിലേക്ക് അവസരങ്ങൾ തേടിയെത്തി. ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മൊണാലിസയും കാമുകനായ മുഹമ്മദ് ഫർമാനും വിവാഹിതരായത്. വിവാഹം കഴിഞ്ഞതോടെ മൊണാലിസയുടെ പ്രായത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളായിരുന്നു സോഷ്യൽ മീഡിയ നിറയെ. ഇപ്പോഴിതാ മൊണാലിസയുടെ ഭർത്താവിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് മധ്യപ്രദേശ് പോലീസ്. വിവാഹം നടക്കുന്ന വേളയിൽ മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ്. അന്വേഷണത്തിൽ മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് മഹാരാഷ്ട്ര സ്വദേശിയായ ഫർമാൻ ഖാനെതിരെ ഖാർഗോൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ക്രിമിനൽ ഗൂഢാലോചന, നിയമവിരുദ്ധ വിവാഹം തുടങ്ങിയ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കൂടാതെ പട്ടികജാതി പട്ടികവർഗ വകുപ്പുകൾ പ്രകാരവും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആശുപത്രി രേഖകളിൽ മൊണാലിസ 2009 ഡിസംബർ 30 ജനിച്ചതെന്ന് രേഖപ്പെടുത്തിയതായി നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് കണ്ടെത്തിയതായി പറയുന്നു. ഈ വർഷം മാർച്ച് 11 വിവാഹിതയാകുമ്പോൾ പെൺകുട്ടിക്ക് 16 വയസ്സും 2 മാസവും 12 ദിവസവുമായിരുന്നു പ്രായമെന്നും അവർ പറയുന്നു. ഇതിനു പിന്നാലെയാണ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് കുറ്റവാളികൾക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കാൻ കമ്മീഷൻ ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ 22 കേരളത്തിലെയും മധ്യപ്രദേശിലെയും DGPമാരെ ന്യൂഡൽഹിയിലെ ആസ്ഥാനത്തേക്ക് കമ്മീഷൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ രാഷ്ട്രീയ മതമൗലികവാദ സംഘടനകളുടെ പങ്കിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് അയക്കും. കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കുന്നതുവരെ നടപടികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട പുരോഗതികൾ സംബന്ധിച്ച് 3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ കേരള മധ്യപ്രദേശ് DGPമാർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വെച്ചായിരുന്നു മൊണാലിസയുടെയും ഫർമാൻ ഖാന്റെയും വിവാഹം. മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ച് പിതാവിൽ നിന്ന് രക്ഷപ്പെടാൻ കേരളത്തിൽ അഭയം തേടിയെത്തുകയായിരുന്നു കാമുകനോടൊപ്പമായിരുന്നു മൊണാലിസ തമ്പാനൂർ പോലീസിൽ അഭയം തേടിയത്. പ്രണയത്തിന് വീട്ടുകാർ തടസ്സം നിന്നതോടെയാണ് പെൺകുട്ടി കാമുകനായ ഫർമാൻ ഖാനൊപ്പം കേരളത്തിൽ എത്തിയത്. പെൺകുട്ടിയും ഫർമാൻ ഖാനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ മാസം തിരുവനന്തപുരത്തെ ക്ഷേത്രത്തിൽ വെച്ചാണ് നടന്നത്. CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി എന്നിവർ ഇവരെ ആശംസിക്കാൻ എത്തിയിരുന്നു. തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനിലെത്തി വിവാഹിതയാകാൻ പോകുന്നുവെന്നും സംരക്ഷണം വേണമെന്നും പെൺകുട്ടിയും ആവശ്യപ്പെട്ട ശേഷമായിരുന്നു ഇതെല്ലാം. വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച വിവാദം ഉടലെടുത്തിരുന്നു. രേഖകൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഹാജരാക്കിയ പെൺകുട്ടിയും ഭർത്താവും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയിരുന്നു. കേരളത്തിൽ താമസിക്കാനുള്ള താല്പര്യവും ഇവർ പങ്കുവച്ചു. പിന്നീട് മറ്റൊരിക്കൽ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയ പെൺകുട്ടി സിനിമാ സംവിധായകന്റെ മോശം പെരുമാറ്റം സൂചിപ്പിച്ച് കരയുകയും ചെയ്തിരുന്നു. ഫേസ്ബുക്ക് വഴിയാണ് മൊണാലിസയും ഫർമാനും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും. ഇവരുടെ ബന്ധം വീട്ടുകാർ എതിർക്കുകയും മറ്റൊരാളുമായി മൊണാലിസയുടെ വിവാഹം തീരുമാനിക്കുകയും ചെയ്തു. ഇതോടെയാണ് ഇരുവരും കേരളത്തിലേക്ക് എത്താൻ തീരുമാനിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ ബന്ധത്തിന് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പുള്ളതിനാലാണ് കേരളം തെരഞ്ഞെടുത്തതെന്ന് ഇരുവരും പറഞ്ഞു. അച്ഛനൊപ്പം പോകാൻ താല്പര്യമില്ലെന്നും കാമുകനൊപ്പം പോകണമെന്ന് മൊണാലിസ പോലീസിനോട് വ്യക്തമാക്കി. മൊണാലിസയും ആൺസുഹൃത്തും സിനിമാ ചിത്രീകരണത്തിന്റെ ഭാഗമായിട്ടാണ് പൂവാറിലെത്തിയത്. ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് സംവിധായകരും അണിയറ പ്രവർത്തകരും എത്തിയിരുന്നു. മൊണാലിസയുടെ അച്ഛൻ നാട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു. മധ്യപ്രദേശ് സ്വദേശിനിയാണ് പെൺകുട്ടി. ഉത്തർപ്രദേശ് സ്വദേശിയാണ് ഫർമാൻ ഖാൻ. ഇവർ കുറച്ചു കാലമായി പ്രണയത്തിലായിരുന്നു അത്രേ. കേരളത്തിൽ സിനിമാ ചിത്രീകരണത്തിന് എത്തിയപ്പോഴാണ് വിവാഹിതരായതും മടങ്ങിയതും. എന്നാൽ ഇപ്പോൾ വീണ്ടും പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയുകയാണ്. വിവാഹത്തെ എതിർത്ത് പെൺകുട്ടിയുടെയും ഫർമാന്റെയും കുടുംബം രംഗത്ത് വന്നിരുന്നു. സംഭവത്തിന് പിന്നിൽ ലവ് ജിഹാദ് ആണെന്ന് ഹിന്ദുത്വ സംഘടനകൾ ആരോപിക്കുകയും ചെയ്തിരുന്നു. അഭിഭാഷകനായ പ്രഥം ദുബെ നൽകിയ പരാതിയിലാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ഇടപെട്ടത്. കമ്മീഷൻ ചെയർമാനും BJP നേതാവുമായ അന്തർ സിംഗ് ആര്യയുടെ നിർദ്ദേശപ്രകാരം നടന്ന അന്വേഷണത്തിലാണ് പുതിയ വിവരം ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. രേഖകൾ പരിശോധിച്ചപ്പോൾ പെൺകുട്ടിക്ക് 16 വയസ്സും 3 മാസവുമായിട്ടുള്ളൂ എന്നാണ് വാർത്തകൾ. മധ്യപ്രദേശിലെ മഹേശ്വറിലെ സർക്കാർ ആശുപത്രിയിൽ 2009 ഡിസംബർ 30 പെൺകുട്ടി ജനിച്ചത് എന്ന രേഖയാണ് കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയിട്ടുള്ളത്.
കേരളത്തിൽ വെച്ച് വിവാഹിതരാകുന്ന വേളയിൽ പെൺകുട്ടി നൽകിയ രേഖയിൽ 2008 ജനുവരി 1 ജനിച്ചു എന്നാണ് പറയുന്നത്. പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മഹേശ്വർ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. പോക്സോ വകുപ്പുകൾ, പട്ടികജാതി നിയമം എന്നിവ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. പർദി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് പെൺകുട്ടി. വ്യാജരേഖയുണ്ടാക്കിയെന്ന വകുപ്പും ഫർമാൻ ഖാനെതിരെ ചുമത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഏപ്രിൽ 22 മധ്യപ്രദേശ് കേരള പോലീസ് മേധാവിമാരോട് ഹാജരാകാൻ പട്ടികജാതി കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ വിവാദങ്ങളിൽ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ കൃത്യമായി പരിശോധിച്ച ശേഷമാണ് വിവാഹം നടത്തിയത്. ആ വിവാഹം ഇപ്പോഴും ഒരു കേരള സ്റ്റോറി തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിവാഹത്തിന് മുൻകൈയെടുത്ത മറ്റ് നേതാക്കൾ ഇപ്പോൾ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തന്റെ ആദ്യ സിനിമയുടെ സംവിധായകൻ സനോജ് മിശ്രയ്ക്കെതിരെ ആരോപണങ്ങളുമായി മൊണാലിസ രംഗത്തെത്തിയതും വാർത്തയായിരുന്നു. കൊച്ചിയിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിലാണ് മൊണാലിസ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംവിധായകനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. പലതവണ ശരീരത്തിൽ കയറി പിടിച്ചെന്നും സെറ്റിൽ വെച്ച് ഒരുപാട് തവണ മോശമായി പെരുമാറിയെന്നും അവർ പറഞ്ഞു. ഇതിനെക്കുറിച്ച് അന്ന് തന്നെ വീട്ടുകാരോട് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ ആദ്യത്തെ സിനിമയാണെന്ന പേരിൽ വീട്ടുകാർ ഇതിനെ കാര്യമായിട്ട് എടുത്തില്ല എന്നും മൊണാലിസ വെളിപ്പെടുത്തി. തനിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുൻപാണ് ഈ ദുരനുഭവം ഉണ്ടായതെന്നും അവർ പറഞ്ഞു. മൊണാലിസയ്ക്കൊപ്പം ഭർത്താവ് ഫർമാൻ ഖാനും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. മൊണാലിസയ്ക്ക് 18 വയസ്സായിട്ടില്ല എന്നും അതുകൊണ്ട് വിവാഹം കഴിക്കാനുള്ള നിയമപ്രകാരമുള്ള പ്രായമായിട്ടില്ല എന്നുമാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പലരും പറഞ്ഞത്. അതിനെ പിന്തുണച്ച് സംവിധായകൻ സനോജ് മിശ്രയും രംഗത്തെത്തിയിരുന്നു. മൊണാലിസയ്ക്ക് 18 വയസ്സായിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മൊണാലിസയുടെ പ്രായത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും സനോജ് മിശ്ര ആവശ്യപ്പെട്ടു. മഹാകുംഭമേളയുടെ സമയത്ത് മൊണാലിസയ്ക്ക് 16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂവെന്നും അവരുടെ രേഖകളിൽ മാറ്റം വരുത്തിയിരിക്കാമെന്നും മിശ്ര ആരോപിച്ചിരുന്നു. അതേസമയം ഫർമാൻ ഖാന്റെ കുടുംബം ഇതര മതവിശ്വാസിയായ യുവതിയുമായുള്ള വിവാഹത്തെ പരസ്യമായി എതിർത്തു. വിവാഹത്തെക്കുറിച്ച് തങ്ങൾക്കറിയില്ല എന്നും ഈ ബന്ധം അംഗീകരിക്കുന്നില്ല എന്നും അവർ പറഞ്ഞു. മൊണാലിസ വ്യത്യസ്ത മതത്തിൽപ്പെട്ടയാളായതിനാൽ വിവാഹത്തിൽ തനിക്ക് അതൃപ്തിയുണ്ടെന്ന് ഫർമാന്റെ പിതാവ് ജാഫർ അലി പറഞ്ഞു. ദമ്പതികളുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിരുന്നു. ഈ വിവാഹത്തിൽ ഞാൻ സന്തുഷ്ടനല്ല എന്നാണ് ജാഫർ അലി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അവൾ മറ്റൊരു മതത്തിൽപ്പെട്ടവളാണ്, ഞങ്ങൾ മുസ്ലിം ജാട്ടുകളാണ്. ഇത് ഭാവിയിൽ കുടുംബ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഫർമാൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നതായി കുടുംബത്തെ ഒരിക്കലും അറിയിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഫർമാൻ ഇടയ്ക്കിടെ ഗ്രാമത്തിൽ വരാറുണ്ടായിരുന്നു. പക്ഷേ താൻ വിവാഹം കഴിക്കുകയാണെന്ന് അവൻ ഞങ്ങളോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇത് അവൻ ചെയ്ത ആദ്യത്തെ തെറ്റാണ്. ഞങ്ങൾ അത് അംഗീകരിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മൊണാലിസയുടെ പിതാവ് ജയ്സിംഗ് ഭോസ്ലെയും വിവാഹത്തിലെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. മകളെ അഭിനയിപ്പിക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞ് ചിലർ കൂട്ടിക്കൊണ്ടു പോയപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വിവാഹ വാർത്ത വളരെ പെട്ടെന്ന് ഓൺലൈനിൽ പ്രചരിച്ചു. ഫർമാന്റെ കുടുംബം താമസിക്കുന്ന ഉത്തർപ്രദേശിലെ ബാഗ്പത് ജില്ലയിലെ പാൽറ ഗ്രാമത്തിൽ സംഭവം ചർച്ചാ വിഷയമായി. പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ മൊണാലിസയും ഫർമാനും അവർ അഭിനയിച്ചിരുന്ന സിനിമാ ക്രൂ അംഗങ്ങൾക്കൊപ്പം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ സഹായം തേടിയെത്തിയിരുന്നു. മാധ്യമ റിപ്പോർട്ടുകളിലൂടെയാണ് വിവാഹത്തെക്കുറിച്ച് കുടുംബം അറിഞ്ഞതെന്ന് ഫർമാന്റെ സഹോദരൻ ഷമാദ് പറഞ്ഞു. ഫർമാന്റെ വിവാഹത്തെക്കുറിച്ച് ഞങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. അവർ ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായെന്നും മൊണാലിസയെ വിവാഹം കഴിക്കുമെന്ന് അവൻ ഒരിക്കൽ പറഞ്ഞിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.